ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട്, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നവ്യനെയും അതുപോലെ നയനയും തന്നെയാണ്. അങ്ങനെ നമ്മുടെ നവ്യ നയനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ്. ആ ഒരു വലിയ സത്യം നവ്യ അറിഞ്ഞിരിക്കുന്നു. തൻ്റെ ഭർത്താവും അമ്മായി അമ്മയും കൂടി ചേർന്നാണ് ആ ഒരു കാര്യം പറഞ്ഞത്. അത് ഞാൻ ഒളിഞ്ഞു നിന്ന് കേട്ടു. പാലിൽ വിഷം കലർത്തിയത് വേറെ ആരുമല്ല, അനാമികയാണ്. അനാമികയുടെ വീട്ടുകാർ കൊടുത്തുവിട്ട ആ ഒരു വിഷമാണ് അനാമികയും അനാമികയുടെ അമ്മയും കൂടെ ചേർന്ന് പാലിൽ കലർത്തിയത്. അതുമാത്രമല്ല നയനെ, വീണ്ടും കാര്യങ്ങൾ ഒരുപാട് വഷളായിരിക്കുകയാണ്. ഇന്നത്തെ ചടങ്ങിൽ എനിക്ക് തരാൻ വേണ്ടി ആ ജ്യൂസിൽ പൊടി കലർത്താനും അവർ ശ്രമിച്ചിരുന്നു. അങ്ങനെ പൊടി കലർത്തിയത് മാറി അഭിയാണ് എടുത്ത് കുടിച്ചതെന്ന്. ഇത് കേട്ടത് നമ്മുടെ നയനെ അങ്ങ് ഞെട്ടിപ്പോയില്ലേ. അങ്ങനെ നമ്മുടെ നയന പറയാണ്, പക്ഷെ ഇത് ആരോട് പറഞ്ഞാലും വിശ്വസിക്കത്തില്ലല്ലോ ചേച്ചി. തൽക്കാലം ആരോടും പറയണ്ട, ആദർശേട്ടനോട് പോലും പറയണ്ട. അവക്ക് കൊടുക്കേണ്ടത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ചെകിട്ടിനിട്ട് 2 പൊട്ടിച്ചിട്ടുണ്ട്. ഇനി അവള് അത് കംപ്ലൈന്റ് ചെയ്യുമോ എന്ന് നോക്കട്ടെ. ചെയ്യുവാണെങ്കിൽ മാത്രം നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്താൽ മതി. അല്ല, ഞാൻ ഓർക്കുക, ചേച്ചി ആ പാല് കുടിച്ചിരുന്നെങ്കിലേ ഇന്ന് 5ാം മാസത്തിലെ ചടങ്ങ് നടക്കുമായിരുന്നോ? ഇല്ലായിരുന്നടി, എൻ്റെ കുഞ്ഞും പോയേനെ. ഉറപ്പായിട്ടും ഞാനും എൻ്റെ കുഞ്ഞും മരവിച്ചേനെ. അതിനുശേഷവും ഞാൻ അമ്മായിക്ക് ശേഷം ജീവിച്ചിരിക്കുമായിരുന്നെങ്കിൽ ആ കുഞ്ഞിനെ ഓർത്ത് കരയുന്നത് അവളുടെ അമ്മയ്ക്കും അതുപോലെ തന്നെ അവളുടെ അമ്മായിയമ്മയ്ക്കൊക്കെ കാണായിരുന്നു. അല്ല, ദേ അഭി ഇതിന് കൂട്ടുനിന്നോ? അവനും അവന്റെ അമ്മയ്ക്കും ഇതൊക്കെ നേരത്തെ അറിയായിരുന്നു എന്നാ തോന്നുന്നത്. അവരുടെ സംസാരത്തിൽ അതാ മനസ്സിലായത്. പക്ഷെ പാലിൽ വിഷം കലർത്തിയത് അനാമികയും അനാമികയുടെ അമ്മയും കൂടെ ചേർന്ന അതെ അവളുടെ അച്ഛനയച്ച ഗുണ്ടകളാ നന്ദുവിനെ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചത്. ഈ 1 മാസത്തിനിടെ എന്തൊക്കെ ദ്രോഹങ്ങളാ അവളും അവളുടെ അച്ഛനൊക്കെ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. നമ്മളെ ക്രിമിനൽസ് ആയിട്ടാ ഈ വീട്ടിലുള്ളവർ ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെയുള്ള പശ്ചാത്തലമൊന്നും ഇല്ല. എന്നാൽ അനാമികയും അവളുടെ അച്ഛനും അമ്മയൊക്കെ ശരിക്കും ക്രിമിനൽസ് തന്നെയാ. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള പ്രവൃത്തിയൊക്കെ ചെയ്യുന്നത്. നമ്മളെക്കാളും കല്ലങ്ങൾ പറഞ്ഞ അനാമിക ഈ വീട്ടിലേക്ക് കടന്നു വന്നതെന്ന് എനിക്ക് തോന്നുന്നത് നയന. അല്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അത് അവൾക്ക് അറിയുകയും ചെയ്യാം. അത് അറിഞ്ഞു വെച്ചുകൊണ്ടല്ലേ അവൾ ഇങ്ങോട്ടേക്ക് കടന്നു വന്നത്. അതെന്തിനായിരിക്കും അവൾ അങ്ങനെ കടന്നു വന്നത്? പിന്നെ അതിനുശേഷം എന്തൊക്കെ നാടകം കളിച്ചു. അവക്ക് ഈ പറയുന്നത് പോലെ വലിയ സമ്പത്തൊന്നും ഇല്ല നയനെ. എല്ലാം അഭിനയമാണെന്ന് എനിക്ക് തോന്നുന്നത്. കള്ളത്തരം മാത്രം. അതെ, അനിയുടെ ജീവിതം തകരുന്നത് ഈ വീട്ടിലുള്ളവർക്ക് സഹിക്കാൻ പറ്റില്ല ചേച്ചി. അതുകൊണ്ട് ഇനിയിപ്പം എരുതിയിൽ എണ്ണ ഒഴിക്കാതിരിക്കുന്നത് തന്നെയാ നല്ലത്. അനിയൊരു പാവം പയ്യനാ. നിന്നെ ആദർശേട്ടൻ വെറുത്ത സമയത്ത് പോലും അവൻ നിന്നെ വെറുത്തിട്ടില്ല, മനസ്സിലാക്കിയിട്ടേ ഉള്ളൂ. അങ്ങനെയുള്ള അവന് ഇതുപോലെയുള്ള ഒരുത്തിയായിരുന്നു കിട്ടേണ്ടത്. അല്ലാന്ന് എല്ലാവർക്കും അറിയാലോ ചേച്ചി. പക്ഷെ സംഭവിച്ചു പോയില്ലേ. എന്നിട്ടും അനിയുടെ അമ്മ എല്ലാ തെറ്റുകൾക്കും കൂട്ടു നിൽക്കും അവളുടെ കൂടെ. അതിനവര് പഠിച്ചോളും. അമ്മായിയമ്മ മരുമകളെ തള്ളി പറയുന്ന ഒരു ദിവസം വരും. ആ രീതിയിലാണല്ലോ കാര്യങ്ങളുടെ പോക്ക് പോകുന്നത്. എത്രയെന്ന് വെച്ചിട്ടാ മനുഷ്യന്റെ കണ്ണു മൂടിക്കെട്ടാൻ പറ്റുക. എന്തായാലും എനിക്കിപ്പോ സമാധാനമുണ്ട്. അതുപോലത്തെ നല്ല തല്ല ഞാൻ കൊടുത്തത്. നല്ല പൊട്ടീര് അവളവളുടെ കവിളും തടവിക്കൊണ്ട് അവിടെ ഇരിക്കട്ടെ. കുറെ ദിവസം ജയിലിൽ കിടക്കേണ്ട കുറ്റവാ അവള് ചെയ്തത്. അതിനു പകരം ഇപ്പം ചെറുതായിട്ടൊന്നും മേല് വേദനിച്ചതല്ലേ ഉള്ളൂ. അതൊക്കെ സഹിക്കാം. ഇത് അവള് പുറത്തു പറയാനും പോകുന്നില്ല നയനെ എന്ന് പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ഏതായാലും കാര്യങ്ങളൊക്കെ രണ്ടുപേർക്ക് ഏകദേശം പിടിയിട്ടിട്ടുണ്ട്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നന്ദുവിനെ നവ്യേനെയാണ്. അങ്ങനെ നമ്മുടെ നവ്യ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി നന്ദുവിനെ വിളിച്ചു വരുത്തി. അങ്ങനെ നവ്യ പറയാ, എന്റെ വയറ്റൊരു കുഞ്ഞുണ്ട്, 5 മാസം പ്രായമായൊരു കുഞ്ഞ്. ഉറപ്പായിട്ടും ആ കുഞ്ഞ് പോകുന്നു മാത്രമല്ല, എൻ്റെ നില ആദർശേട്ടൻ്റെ അമ്മേനെ പോലെ ഗുരുതരാവസ്ഥയിലായേനെ. ചിലപ്പം ഞാൻ മരിക്കു പോലും ചെയ്തേനെ. എന്താ പറയുക, എനിക്ക് ഓർക്കാൻ കൂടി പറ്റുന്നില്ല. അല്ല, ഇങ്ങനെയൊക്കെ മനസ്സുള്ളവർ നാട്ടിലുണ്ടെന്നാ എനിക്കറിയാൻ പറ്റാത്തത് നവ്യേച്ചി. ഇതുപോലെ ക്രൂരത കാണിക്കുന്നവര്. നീ എന്താ മോളെ ഈ പറയുന്നത്? സമാനതകളില്ലാത്ത ആരും കൊലകൾ ചെയ്ത വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പെൺകുട്ടികൾ ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ട്. അറിയാലോ നിനക്ക്. സ്നേഹിക്കുന്ന പയ്യന്മാരെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്നവര് പോലും നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെയുള്ള ഒരു നാട്ടില് ഇത് വെറും ചെറിയ കാര്യങ്ങളല്ലേ. അല്ല ചേച്ചി, അനിയുടെ മുത്തച്ഛനെ പോലെ പണവും സ്വാധീനമുള്ള ഒരു വീട്ടിലല്ലേ ഇതൊക്കെ സംഭവിക്കുന്നത്. ഈ വലിയ വലിയ വീടുകളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും പുറം ലോകം അറിയില്ല എന്ന് ഇങ്ങനെ പറയുന്ന കേട്ടില്ലേ. അത് തന്നെയാ മോളെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെയും അതൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പുറത്തറിഞ്ഞാല് ഏറ്റവും കൂടുതൽ നാണക്കേട് അഭിയുടെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ തന്നെയാണ്.
അതുകൊണ്ടാണ് എല്ലാവരും ഇതൊക്കെ മൂടി വെച്ചോണ്ട് പോകുന്നത്, മറച്ചു വെക്കുന്നത്. ഈ സംഭവം പോലീസ് കേസ് ആയെന്നിരിക്കട്ടെ, പോലീസുകാർ വീട്ടിലുള്ള എല്ലാവരെയും ചോദ്യം ചെയ്യില്ലേ? അവസാനം അനന്തപുരിയിലെ ഇളയ മരുമകളാണ് പ്രതി എന്ന് അറിഞ്ഞു കഴിഞ്ഞാല് എന്തായിരിക്കും സ്ഥിതി? എന്ത് നാണക്കേടായിരിക്കും? മീഡിയക്കാരത് ഏറ്റെടുക്കില്ലേ? അവള് പ്രതിയാവുമ്പോ കൂട്ടുപ്രതികളും ഉണ്ടാവില്ലേ? അതില് മിക്കവാറും അവളുടെ അച്ഛനും അമ്മയും മാത്രമല്ല, അനിയുടെ അമ്മയും എന്റെ അമ്മായിയമ്മയും എന്റെ ഭർത്താവും എല്ലാവരും ഉൾപ്പെട്ടെന്നൊക്കെ ഇരിക്കും. ആ, അത് ശരിയാ ചേച്ചി. മുമ്പൊരു ദിവസം എന്നെ കുറെ ഗുണ്ടകള് തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ നോക്കിയില്ലേ? അതിന്റെ പിന്നിലും ഈ അനാമികയും അവളുടെ അച്ഛനും അമ്മയും ഒക്കെ തന്നെയാ. ഇതൊക്കെ ഓർക്കുമ്പോഴേ അവക്ക് ഒരു സൗജന്യവും ചെയ്തു കൊടുക്കണ്ടായിരുന്നേ തോന്നിപ്പോവുക. എല്ലാം വിളിച്ചു പറയണമായിരുന്നു. നീ തന്നെ അനിയുടെ ഭാര്യയായിട്ട് വന്നാ മതിയായിരുന്നു മോളെ. പിന്നെ ആ വീട്ടിൽ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഓർത്തിട്ടാ നിന്നെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാതിരുന്നത്, അങ്ങോട്ടേക്ക് വരുത്താതിരുന്നത്. എങ്കിലും ഇതൊക്കെ വെറുതെ തള്ളിക്കളയാൻ പറ്റുമോ മോളെ? അതുപോലെയുള്ള കാര്യങ്ങളല്ലേ ഇവിടെ നടക്കുന്നത്. നിന്നെ തട്ടിക്കൊണ്ടുപോയി എന്നെ കൊല്ലാൻ നോക്കി, അതുപോലെ തന്നെ നയനെ പല രീതിയിലും വേദനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഇനി അവൾ എന്തെങ്കിലും ചെയ്യുമോന്ന് എനിക്കറിയില്ല. നിന്നെ സ്നേഹിച്ച എനിക്കാണെങ്കിലും അവൾ ഒരു സ്വസ്ഥതയും സമാധാനവും കൊടുത്തിട്ടുമില്ല. ഓരോ ദിവസവും ബുദ്ധിമുട്ടിയാ കഴിയുന്നത്. അവര് തമ്മിൽ നല്ല രീതിക്കാണ് മുന്നോട്ടേക്ക് പോകുന്നതെന്ന് പോലും എനിക്ക് ചെറിയ സംശയമുണ്ട്. അങ്ങനെയുള്ളപ്പം അവക്കിട്ട് 2 പൊട്ടിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. അവക്ക് കൊടുക്കാനുള്ളത് ഞാൻ കൊടുത്തല്ലോ ചേച്ചി. നയനേച്ചി പിടിച്ച് തള്ളിയപ്പോ തന്നെ ഇത് അവക്കല്ല കൊടുക്കേണ്ടത്, അവക്കല്ലായിരുന്നു. അല്ല പിന്നെ ആർക്കായിരുന്നു? അതെ, അത് പോരായിരുന്നു മോളെ. അന്ന് നമ്മുടെ വീട്ടിൽ വന്നിട്ടല്ലേ നമ്മുടെ നയനയെ നാണം കെട്ടവള് പിടിച്ച് തള്ളിയത്? അല്ല, കരള് കൊടുക്കാത്തത് പോട്ടെ, ഇത്തിരി രക്തം പോലും അവള് കൊടുത്തില്ലല്ലോ. എന്നിട്ട് അവള് നല്ല വെള്ള ചമഞ്ഞ് നടക്കുന്നത്. ഞാൻ ഇന്ന് നല്ല 4 പൊട്ടിച്ചു, അത് പോരാന്ന എന്റെ അഭിപ്രായം. അയ്യോ ചേച്ചി, തല്ല് കിട്ടേണ്ടതേ അവക്കല്ല. തല്ലുകൊള്ളാം പാകത്തിന് അവള് വളർത്തിയ ചിലരുണ്ടല്ലോ, അച്ഛനും അമ്മയും. അവർക്കാ തല്ല് കിട്ടേണ്ടത്. നമ്മുടെ വീട്ടിൽ വന്ന് അയാൾ ഒരു ദിവസം ഭീഷണി മുഴക്കിയിരുന്നു അനാമികയുടെ അച്ഛൻ. അയാളെ ഒരു ഭൂലോക തരികിടയാണെന്നുള്ള കാര്യം ഉറപ്പാ, മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതിനുള്ള ശിക്ഷ അയാൾക്കും അയാളുടെ ഭാര്യയ്ക്കും കിട്ടിയേ പറ്റൂ. മകളെ ഇങ്ങനെ വളർത്തി വഷളാക്കിയതിന് അതെനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് എന്ന് പറഞ്ഞിങ്ങനെ നന്ദു ഇങ്ങനെ രൂക്ഷമായി ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു സീനാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാല് നമ്മുടെ നന്ദുവും നന്ദുവിന്റെ കൂട്ടുകാരും കൂടെ പാതി രാത്രി ആയപ്പോഴത്തേക്കും അനാമികയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ നമ്മുടെ നന്ദു പറഞ്ഞു, എടാ നീ ഹെൽമെറ്റ് വെക്ക്. ഞാനൊരു കാര്യം പറയാം, ആരുടെയും മുഖം തിരിച്ചറിയാൻ പാടില്ല. 2 പേര് ഹെൽമെറ്റ് വെച്ചോന്ന് കൂട്ടുകാരോട് പറയാ. അങ്ങനെ കൂട്ടുകാരെ കൊണ്ട് ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് മതിൽ ചാടി കടന്നാണ് അനാമികയുടെ വീട്ടിലേക്ക് നമ്മുടെ നന്ദുവും കൂട്ടുകാരും ചെല്ലുന്നത്. അങ്ങനെ അവര് ചെന്നിട്ട് കോളിംഗ് ബെൽ അടിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വേണുവും രേവതിയും അകത്തുണ്ട്. അപ്പം വേണു ആണെങ്കിൽ ആരായിരിക്കും ഈ സമയത്ത് കോളിംഗ് ബെൽ അടിക്കുന്നത്? നമുക്ക് നോക്കാം. അയ്യോ വേണ്ട, വല്ല കള്ളന്മാരും ആയിരിക്കും. ഈ വീട്ടിൽ ഏത് കള്ളന്മാര് വരാനാ രേവതി? അല്ല, നമ്മുടെ വീടൊക്കെ കാണുമ്പം കള്ളന്മാരൊന്നും അല്ല. നമ്മൾ വാതിൽ തുറക്കണോ? അവരുണ്ടല്ലോ പെട്ടെന്ന് കോളിംഗ് ബെൽ അടിച്ചോണ്ടിരിക്കുക. ഇതെന്തോ പന്തികേടാണെന്ന് എനിക്ക് തോന്നുന്നത്. നീ പേടിക്കാതെ രേവതി, ഞാനില്ലേ കൂടെ, നീ എന്തിനാ പേടിക്കണത്? നമുക്ക് വാതിൽ തുറന്ന് നോക്കാം ആരാണെന്ന്. അങ്ങനെ വാതിൽ തുറന്നത് മാത്രമാണ് നമ്മുടെ വേണു അറിഞ്ഞത്. വാതിൽ തുറന്നു, പുറത്തേക്ക് ഇറങ്ങിയപ്പോ ആരെയും കാണുന്നില്ല. ഒരു കത്തി കൈ കരുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ വേണു പറഞ്ഞു, ഇവിടെ ആരെയും കാണുന്നില്ലെന്ന്. അപ്പോഴാണ് പെട്ടെന്ന് 2 സൈഡിൽ നിന്ന് ചവിട്ടോട് ചവിട്ട്. നമ്മുടെ ആരെയാ, രേവതിന്റെ തല പിടിച്ച് കുത്തിന് പിടിച്ചിട്ട് കറക്കി വട്ടം ചുറ്റി ഒരു ഒറ്റ ഏറ്. അതുപോലെ നമ്മുടെ വേണുവിനെ നിലത്തിട്ട് ചവിട്ടി പഞ്ചറാക്കിട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തിൽ ക്ഷതമേക്കാൻ വേറെ സ്ഥലമില്ലെന്ന് പറയാം. അതുപോലെ നല്ലത് കൊടുത്തു. അങ്ങനെ അവര് പോയിട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പഞ്ചറായിട്ടിരിക്കുന്ന വേണുവും രേവതിയും അവിടെ കിടന്ന് കരയുന്ന സീനാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ആദർശും നയനയാണ് കേട്ടോ. 2 പേരും ഇങ്ങനെ കിടക്കുകയാണ്. നമ്മുടെ ആദർശിന്റെ നെഞ്ചത്തേക്കാണ് കേട്ടോ നയന ഇങ്ങനെ കിടക്കുന്നത്. അവര് തമ്മിലുള്ള റൊമാൻസും അവര് തമ്മിലുള്ള സംസാരവും ഒക്കെയാണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ ആദർശും നയനും ഇങ്ങനെ സംസാരിക്കുകയാണ്. നമ്മുടെ ആദർശ് നയനയോട് പറയാ, നയനെ മാറിപ്പോകാൻ അങ്ങ് തുടങ്ങി. അപ്പോഴാണ് പറയുന്നത്, നീ എങ്ങോട്ടായി പോകുന്നത്? അതെ, എനിക്ക് കുളിച്ചിട്ടേ ഇവിടെ വേറെ ജോലികളൊക്കെ ഉണ്ട്. ഞാൻ ജോലി ചെയ്യുന്നില്ലെങ്കിലും വെറുതെ എന്തിനാ ഇങ്ങനെ കിടക്കുന്നത്? ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നിയാലോ? ഇപ്പം ജോലി ചെയ്യാൻ ഇവിടെ ഒരുപാട് ആൾക്കാരില്ലേ? അമ്മ പ്രത്യേകം പറഞ്ഞേക്കുക നീ അടുക്കളയിൽ കയറണ്ടാന്ന്. പിന്നെ എന്തിനാ ഇത്ര നേരത്തെ എണീക്കുന്നത്? അല്ല എങ്കിലും പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കണ്ടേ, മുറ്റത്ത് കോലം വരയ്ക്കണ്ടേ? ഒരു ദിവസം ഇതൊക്കെ ഇച്ചിരി വൈകി ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ വന്ന് കിടന്നേ പെണ്ണെ, നിനക്ക് ചുറ്റലൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് നന്നായിട്ട് ഉറക്കം കുറഞ്ഞാലും പ്രശ്നമാ. ഞാനേ അതിന് നന്നായിട്ട് ഉറങ്ങിയില്ലോ, 6 മണിക്കൂറിന് മുകളില്. പിന്നെന്താ കുഴപ്പം? 6 മണിക്കൂർ മതി ഒരാൾക്ക് നന്നായിട്ട് ഉറങ്ങാന്. 6 മണിക്കൂർ മതി.
ഇപ്പം കുഴപ്പം എനിക്കല്ലാട്ടോ, ഇപ്പൊ കുഴപ്പം വേറൊരാൾക്കാ. ഏ എനിക്ക് തന്നെയാ കുഴപ്പം, ഞാൻ സമ്മതിച്ചു, ഇങ്ങോട്ട് വന്ന് കിടക്ക് വേണേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ വീണ്ടും പിടിച്ച് കിടത്താണ് കേട്ടോ. അപ്പോഴത്തേക്ക് നയന പറഞ്ഞു, ഇത് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ, ഇത് എന്തിനാ ഇങ്ങനെയൊക്കെ? അതെ, ഇതേ നമ്മുടെ ബെഡ്റൂമാ, അല്ലാതെ പബ്ലിക് പ്ലേസ് ഒന്നും അല്ലല്ലോ. എനിക്ക് ഇഷ്ടമുള്ളത് ഇവിടെ ചെയ്യാം. അടുക്കളയിൽ അമ്മയ്ക്ക് ജോലി ഭാരം കൂടുമ്പം അമ്മ ഇളയമ്മേനെയും അപ്പച്ചീനെയും ഒക്കെ വിളിക്കട്ടെ, എന്നിട്ട് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കട്ടെ. അതെന്താ ഇപ്പൊ അങ്ങനെ? അപ്പച്ചിയേക്കാൾ ഇപ്പൊ പരദൂഷണം പറയുന്നത് ഇളയമ്മയാന്നേ. എന്തെങ്കിലും ജോലി കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് കുറഞ്ഞു കിട്ടൂലോ, പരദൂഷണം പറച്ചിലിന് കുറച്ച് ശമനം ഉണ്ടാവുമല്ലോ. നീ വീണ്ടും അടുക്കളപ്പണി ചെയ്യാൻ തുടങ്ങിയാലേ പിന്നെ അതിനേ സമയം ഉണ്ടാകത്തുള്ളൂ, ഏതു നേരം അടുക്കള കയറിയിരിക്കണം. അപ്പൊ അമ്മേനെ കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കാനാണെന്നാണോ പറയുന്നത്? ചെയ്യിപ്പിക്കല്ലോ, അമ്മ സ്വയം ചെയ്യല്ലേ, ഞാനായിട്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതാണോ? അല്ല, ഞാനുണ്ടാക്കുന്ന ആ ഒരു ഭക്ഷണത്തിലെ അമ്മയ്ക്ക് വിശ്വാസമില്ല, അതുകൊണ്ടാ. അങ്ങനെയൊന്നുമില്ല. അസുഖം വന്നതിന് ശേഷം അമ്മയ്ക്ക് തന്നെ എല്ലാവർക്കും വെച്ച് വിളമ്പണമെന്ന് ഒരാഗ്രഹം, എന്നിട്ട് ചുമ്മാ കാരണമൊക്കെ പറയുന്നതല്ലേ. ഞാൻ നല്ല ജോലിക്കാരീനെ വെക്കാന്ന് പറഞ്ഞതാ, പക്ഷെ അമ്മ അതിന് സമ്മതിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെയാ, നിനക്ക് മുന്നില് ഇഷ്ടം പോലെ സമയമുണ്ട്, നീ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്യ്, അതിനെ നല്ല ഡിമാൻഡ് ഉണ്ട്. ഇനിയിപ്പം വിഷു വരുവാണല്ലോ, ജ്വല്ലറികളിലൊക്കെ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള സമയങ്ങളാ. ആ സമയത്ത് നീ നീ ഡിസൈൻ ചെയ്ത് ഇറക്കുന്ന ആഭരണങ്ങളെ ഒരുപാട് വിറ്റുപോകും. നിന്റെ കഴിവിനെ ആ സമയത്ത് ഞാൻ നല്ലതുപോലെ മാർക്കറ്റ് ചെയ്തോളാം. മൂർത്തീസ് ജ്വല്ലറിക്കൊപ്പം എന്റെ ഭാര്യ നന്നായിട്ട് വളരട്ടെ, നാലാൾ അറിയട്ടെ, അതല്ലേ നയനെ വേണ്ടതെന്ന് ഇങ്ങനെ പറയുന്നു. അങ്ങനെ അവര് തമ്മിൽ ഇങ്ങനെ കിടക്കുന്നത് കാണിക്കുന്നു. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് അടുക്കളയില് നമ്മുടെ ജാനകി എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല പണിയിലാണ് പുള്ളിക്കാരി. അങ്ങനെ അടുക്കളയിൽ പണി എടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ ദേവയാനി കടന്നു വരികയാണ്. ഇപ്പം ജാനകി അടുക്കളയിൽ കയറാൻ തുടങ്ങി കേട്ടോ. ഇടയ്ക്ക് ജലജയും കയറും. അങ്ങനെ ആക്കി എടുത്തു നമ്മുടെ ദേവയാനി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മുടെ ദേവയാനി ഇത് കണ്ട് സന്തോഷിച്ചിട്ടാണോ വരുന്നത്? ഏതായാലും ജാനകി കയറി നിന്ന് പണിയാണല്ലോ, ആ ഒരു സന്തോഷം നമ്മുടെ ദേവയാനിയുടെ മുഖത്തുണ്ട്. അങ്ങനെ നമ്മുടെ ജാനകി പറയാ, അവള് അടുക്കളയിൽ കയറാതെ മാറി നിൽക്കുക, കിട്ടിയ അവസരം മുതലാക്കുക. അവൾ അടുക്കളയിൽ കയറുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ജാനകി. അപ്പം നമ്മള് അവൾക്ക് വെച്ച് വിളമ്പി കൊടുക്കണ്ടേ? നമ്മൾ ഉണ്ടാക്കുന്നത് അവക്ക് കൊടുക്കാതിരിക്കാൻ കഴിയില്ലല്ലോ, കൊടുക്കണമല്ലോ. അവക്ക് അവളുടെ ചേച്ചിക്ക് വേണ്ടത് അവൾമാര് ഉണ്ടാക്കി കഴിക്കട്ടെ, അതല്ലേ ഏടത്തി നല്ലത്. അതൊന്നും വേണ്ട, അടുക്കള ഇനി മുതൽ നമ്മൾ കയറിയാ മതി. നമ്മൾ ഈ വീടിന്റെ മരുമക്കളായിട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ കൂടെ എപ്പോഴും സഹായിക്കാൻ അമ്മയല്ലായിരുന്നോ? അതുപോലെ നമ്മളും ഇനി അടുക്കള പണി ചെയ്ത് ശീലിക്കണം. എന്താ ഏടത്തേക്ക് ഇങ്ങനെ ഒരു മനംമാറ്റം? ഇതുവരെ ഇങ്ങനെ ഒരു മനംമാറ്റം ഞാൻ കണ്ടിട്ടില്ലല്ലോ. അത് പിന്നെ അങ്ങനെ മാറുന്ന പുരോഹിതനാ പറഞ്ഞത്. അത് ശരി. അല്ല, എന്റെ മരുമകളോട് എനിക്ക് സ്നേഹമൊന്നുമില്ല ജാനകി, പക്ഷെ സ്നേഹത്തോടെ പോയില്ലെങ്കിൽ കുടുംബത്തില് തകർച്ച വരുന്ന പുരോഹിതൻ പറഞ്ഞത്. അങ്ങനെ തകർച്ച ഉണ്ടായാലേ ശരിയാവോ? എന്റെ കുടുംബം അല്ലേ. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ പോകുന്നത്. ചിലരുടെ ജാതകം അങ്ങനെ ആയിരിക്കും ജാനകി. അവരുടെ സ്വഭാവം എത്ര നല്ലതല്ലെങ്കിലും അവരുടെ മുജ്ജന്മ സുഹൃതം കൊണ്ട് അവർക്ക് ചില സിദ്ധികളൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഞാൻ ആലോചിച്ചപ്പം അത് ശരിയുമാണ്. അവളും അവളുടെ ചേച്ചിയും ഈ വീട്ടിന് വന്നതിന് ശേഷമല്ലേ പല പ്രശ്നങ്ങളും ഉണ്ടായത്. അതെല്ലാം അവളുടെ പ്രാക്കാണെന്നാ പുരോഹിതൻ പറഞ്ഞത്. ഇനിയിപ്പം അവള് പ്രാഗി ഈ കുടുംബം മുടിച്ചാൽ എന്ത് ചെയ്യും? അങ്ങനെ മുടിപ്പിക്കാൻ നമ്മൾ നിക്കണോ? ഒരു പരീക്ഷണത്തിന് നിക്കണോ? വേണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാന് ഇപ്പം എന്താ പറയാ, ആദർശൊക്കെ പറയുന്ന പോലെ കേട്ട് ഒരു പ്രശ്നം ഉണ്ടാകാതെ ജീവിച്ചു പോകുന്നത്. അല്ലാതെ അവളോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല. അവളെ കഷ്ടപ്പെടുത്തരുതെന്ന് പുരോഹിതൻ പറഞ്ഞിട്ടുമുണ്ട്. അത് അവളോടൊന്നും പറഞ്ഞിട്ടില്ല എങ്കിലും നമ്മള് മനസ്സിലാക്കി പോകുന്നതല്ലേ നല്ലത്. അല്ല ഏടത്തി, എന്തായാലും അവക്കും അവളുടെ ചേച്ചിക്കും അത് കാര്യമായി. അവളുടെ ചേച്ചി മുമ്പും അടുക്കള കയറാറുമില്ല, ഇപ്പൊ തീരെ അടുക്കള കയറുന്നില്ല. എല്ലാ കാര്യവും ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട ഗതികേടിലായില്ലേ. അല്ല, നിനക്ക് ചെയ്യാൻ വയ്യെങ്കിൽ നിനക്ക് നീ പൊക്കോ ജാനകി, ഞാൻ ചെയ്തോളാം. അസുഖക്കാരിയായ ഏടത്തിയെ കഷ്ടപ്പെടുത്തരുതെന്ന അച്ഛനും അമ്മയും പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഞാനിട്ട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്റെ മേക്കിട്ട് കയറും. അല്ലെങ്കിലും ഏടത്തിനെ കൊണ്ട് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യിക്കുന്നത് ശരിയല്ലല്ലോ. ഈ വീട്ടിൽ അധികപ്പറ്റായ 2 മരുമക്കൾക്ക് വെച്ച് വിളമ്പുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. അത് തൽക്കാലം സഹിച്ചല്ലേ പറ്റൂ, ഞാനങ്ങ് സഹിക്കുക. അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ അനാമിക വരുന്നത്. അനാമിക വന്നിട്ട്, അമ്മേ, ഇന്നലെ രാത്രി ആരോ അച്ഛനെയും അമ്മയും വീട്ടിൽ കയറി തല്ലി. ആരാ മോളെ? ആരാന്ന് അറിയത്തില്ലമ്മേ. ഇപ്പൊ അവര് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തിയതേ ഉള്ളൂ, ഒരുപാട് ക്ഷതമേറ്റിട്ടുണ്ട്. അയ്യോ, എങ്കിൽ പിന്നെ അനിയൻ വിളിച്ചോണ്ട് മോളെ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പൊക്കോ, ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് വരാം. അപ്പം ദേവയാനി ചോദിച്ചു, അല്ല, അച്ഛനും അമ്മയ്ക്കും ആരെങ്കിലും ശത്രുക്കളുണ്ടോ? അവർക്ക് ശത്രുക്കളായിട്ട് ആ നന്ദുവിന്റെ വീട്ടുകാരും അതുപോലെ തന്നെ ഇവിടുത്തെ 2 മരുമക്കളും മാത്രമേ ഉള്ളൂ. പിന്നെ നന്ദുവിനെ ഇടയ്ക്ക് തട്ടിക്കൊണ്ട് പോയില്ലായിരുന്നു ആരോ, അത് എന്റെ അച്ഛനാണെന്നാ പറയുന്നത്. ഇനി അതിന് പകരമായിട്ടാണോ ഇത് ചെയ്യുന്നതെന്നൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജാനകി പറഞ്ഞു, എത്രയും പെട്ടെന്ന് മോള് പോകാൻ നോക്ക. ഒരുത്തി കരാട്ടയും കരളിപ്പേറ്റുമായിട്ട് നടക്കുകയല്ലേ. അവരും
അവളും അവളുടെ കൂട്ടുകാരും കൂടെ ആയിരിക്കും ചിലപ്പോൾ ഇതൊക്കെ ചെയ്തത്. സത്യം അറിയത് നമ്മൾ ആരെയും കുറ്റപ്പെടുത്താതെ ജാനകി, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തായാലും പോലീസ് കേസെടുത്ത് കാണുമല്ലോ, അവരന്വേഷിക്കട്ടെ. അത് കഴിയുമ്പോ പ്രതികൾ ആരാണെന്ന് മനസ്സിലാകട്ടെ. അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. ആ മൊട്ടച്ചി അനി എങ്ങനെയെങ്കിലും വശത്താക്കണമെന്ന് പറഞ്ഞ് നടക്കുക. അതുകൊണ്ട് തന്നെയാ എന്റെ മരുമകളെയും മരുമകളുടെ വീട്ടുകാരെയും ഒക്കെ നമുക്ക് എതിരാക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുന്നത്. ഏയ് വേണ്ട, ഞാൻ പറഞ്ഞല്ലോ ജാനകി, യഥാർത്ഥ പ്രതികളെ തിരിച്ചറിയാതെ ഇങ്ങനെയൊന്നും പറയല്ല. എന്തൊക്കെ സംഭവിച്ചാലും ശരി, എനിക്കൊരു മരുമകൾ ഉണ്ടെങ്കിൽ അത് അനാമിക തന്നെയായിരിക്കും. അല്ലാതെ അർഹതയില്ലാതെ ഇങ്ങോട്ട് കയറി വന്ന രണ്ടെണ്ണത്തിന് പിന്നാലെ മൂന്നാമത്തവളും ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല, ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോകുന്നില്ല. നോക്കിക്കോ എന്താ നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി അങ്ങ് പോയിട്ടോ. ഇതിനുശേഷം നമ്മുടെ ദേവയാനി ഇങ്ങനെ നിൽക്കുകയാണ്. ദേവയാനി മനസ്സിൽ വിചാരിക്കുക, ഈ വീട്ടിൽ കയറാന് ഏറ്റവും കൂടുതൽ യോഗ്യത ഉള്ളവളാ എന്റെ മരുമകള്, ഈ അനന്തമുറി തറവാടിന്റെ അന്തസ് മുറുകെ പിടിക്കുന്നവള്. അത് ഇനിയിപ്പോ എനിക്ക് മറ്റുള്ളവർ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ഒരു കാര്യമില്ലെന്ന്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് കൈയൊക്കെ കെട്ടിവെച്ച തലയിലൊക്കെ ഒരു കെട്ടുമായിട്ട് നമ്മുടെ വേണുവപ്പൻ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അടുത്ത് നമ്മുടെ അനാമികയും ഉണ്ട് കേട്ടോ, അനാമികയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രേവതി ഉണ്ട്. രേവതിയുടെ തലയിലും കെട്ടുണ്ട്, കയ്യിലും കെട്ടുണ്ട്, ഇനി കാലിലും ഒക്കെ കെട്ട് കാണുമായിരിക്കും. ആ ഒരു അവസ്ഥയിലാ. പിന്നെ നമ്മുടെ അനിയും ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ നമ്മുടെ വേണു പറയാ, അവര് 3 പേരുണ്ടായിരുന്നു, 2 ആണും 1 പെണ്ണും. എനിക്ക് ഉറപ്പാ ഇത് അവള് തന്നെയാ. പിന്നെ ഹെൽമറ്റ് വെച്ചിരുന്നു, അതുകൊണ്ട് ആളെ മനസ്സിലായില്ല, പക്ഷെ ആളെ മനസ്സിലായി എനിക്ക്. അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു, അതെ അതെ ആ പെണ്ണ് നന്ദുവാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ അനി പറഞ്ഞു, ഹേയ് അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അപ്പൊ അനാമി പറഞ്ഞു, എന്താ നിനക്ക് ഇത്ര ഉറപ്പ്? അവള് കരാട്ടയും കരളിയും ഒക്കെ കളരിയും ഒക്കെ കഴിഞ്ഞതല്ലേ, 4-5 പേര് ഒരുമിച്ചോ തല്ലി ഒതുക്കാൻ അവക്ക് കഴിവുണ്ട്. അല്ലാതെ ഈ വീട്ടിൽ വേറെ ആരും ചാടിക്കടന്ന് ഇങ്ങനെയൊന്നും ചെയ്യില്ല. ദേ അനാമികെ, ആളെ അറിയാതെ നീ വെറുതെ മറ്റുള്ളവരെ സംശയിക്കരുത്. അച്ഛനും അമ്മയ്ക്കും വേറെ ആരെങ്കിലും ശത്രുക്കളുണ്ടോ? ഉണ്ട്. എങ്കിൽ പിന്നെ അവര് തന്നെ ആയിരിക്കും ഇത് ചെയ്തത്. അപ്പം ഹനിയുടെ ഏടത്തിയും നന്ദുവും തന്നെയാണെന്ന് ഉറപ്പിക്കാല്ലേ? എന്റെ ശത്രുക്കള് അവര് മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അങ്ങനെ ഇരുട്ടത്ത് തല്ലുന്ന സ്വഭാവം ഒന്നും നന്ദുവിനും നന്ദുവിന്റെ കൂട്ടുകാർക്കും ഇല്ല. എന്തേലും ചെയ്യാനുണ്ടെങ്കിൽ അവര് നേരിട്ടല്ലേ വന്ന് ചെയ്യുന്നത്. ഓ പിന്നെ അതൊക്കെ നിനക്കും കാണാപ്പാടമാണല്ലേ? ഞാൻ കുറെ നാള് അവർക്കൊപ്പം ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് എനിക്ക് അവരെ നന്നായിട്ട് അറിയാം, അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ രേവതി പറഞ്ഞു, എന്തായാലും നല്ല തല്ലായിരുന്നു. ശരീരത്തിൽ ഇനി സ്ഥലം ബാക്കിയില്ല. പുറമേ കാണുന്ന ഈ പരിക്കൊന്നുമല്ല, മർമ്മം നോക്കി അവര് പെരുമാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് തല്ലറിയാം. കൂടെ വന്ന പയ്യന്മാരെക്കാൾ ശക്തമായ അടിയായിരുന്നു ആ പെണ്ണിന്റേത്. അടി കൊണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്, അവരന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ, എന്നിട്ട് യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിക്കട്ടെ. എന്നാ അത് തന്നെയാ നല്ലത്. അപ്പൊ ഈ സംശയങ്ങളെല്ലാം മാറി കിട്ടൂലോ. എങ്കിൽ പിന്നെ ഞാൻ പോയിട്ട് പിന്നെ വരാം എന്ന് പറഞ്ഞ് നമ്മുടെ അനി അവിടുന്ന് പോവാണ് കേട്ടോ. നമ്മുടെ വേണു ആണെങ്കിൽ, അയ്യോ മോളെ ഒട്ടും പറ്റില്ല മോളെ എണീറ്റ് നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയാ. അതെ, എന്തിനാ അച്ഛൻ കംപ്ലൈന്റ് കൊടുക്കാൻ പോയത്? കംപ്ലൈന്റ് കൊടുത്തില്ല മോളെ, ഞാൻ ചുമ്മാ ഭീഷണിപ്പെടുത്തിയതല്ലേ. പരിചയമുള്ള ഒരു പോലീസുകാർ ഹോസ്പിറ്റലിൽ വന്നപ്പം വിവരം പറഞ്ഞു. എങ്കിൽ പിന്നെ കേസില്ലാന്ന് പറഞ്ഞേക്ക്. അതെന്താ മോൾ അങ്ങനെ പറഞ്ഞത്? ഞാൻ അമ്മയോട് വിളിച്ചു പറഞ്ഞില്ലേ, നമ്മൾ ചെയ്തതൊക്കെ അവൾമാർ അറിഞ്ഞ കാര്യം. അതുകൊണ്ട് തന്നെ ഇനി പേടിക്കണം, പേടിച്ച് ജീവിക്കാനേ പറ്റത്തുള്ളൂ. നമ്മളാണ് പാലിൽ വിഷം കലർത്തിയെന്ന് നവ്വിയും നയനും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാ. പോലീസുകാർ അന്വേഷിച്ചിട്ട് നന്ദുവിനെ അവരുടെ കൂട്ടുകാരെ പിടിച്ചു കഴിഞ്ഞാല് അവർ അച്ഛനെയും അമ്മയും തല്ലിന്റെ കാരണം വെളിപ്പെടുത്തും. അങ്ങനെ കാരണം വെളിപ്പെടുത്തിയാല് എനിക്ക് അനന്തപുരി തറവാട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വരും. എന്നാ പിന്നെ വേണുവേട്ടാ കേസൊന്നും വേണ്ട. എങ്കിൽ പിന്നെ മോളൊന്ന് സൂക്ഷിച്ചും കണ്ട് നടന്നോ. വീട്ടിനകത്ത് പേ പിടിച്ച നായ്ക്കളാണെങ്കിലേ പുറത്ത് പുലിക്കുട്ടികള്. നന്ദുവിന്റെയും അവളുടെ കൂട്ടുകാരുടെയും കാര്യമാണ് ഞാൻ പറഞ്ഞത്. സൂക്ഷിച്ചോ. ഇനി ഹെൽമറ്റ് ഇട്ട് വന്ന പയ്യന്മാരില് അവരും കാണുവോ, അല്ലെങ്കിൽ അവനും കാണുവോ? ആര്? അല്ല ഇപ്പൊ ഇവിടുന്ന് പോയില്ലേ എന്റെ മരുമകൻ, അല്ല അവനും കാണുമോന്നാ ഞാൻ ചോദിച്ചത്. ചിലപ്പോ അവനും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതിയും പറയാ, അതിന് ചാൻസ് ഉണ്ട്, അവന് നമ്മളോട് ദേഷ്യം ഉണ്ടല്ലോ. ഏതായാലും ആ കൂട്ടത്തിൽ അവനില്ല. അവൻ ഇന്നലെ രാത്രി മുഴുവൻ എനിക്കൊപ്പം ഉണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല മോളെ, തല്ലുമുറ പോലെ മാറി മാറി കിട്ടുന്നുമുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു എത്തും പിടിയില്ല എന്നൊക്കെ പറയാണ്. ഈ സമയത്ത് നമ്മുടെ നന്ദുവിന്റെ കൂട്ടുകാരൻ കാണിക്കുക. അങ്ങനെ നന്ദു പറയാ കൂട്ടുകാരോട്, ഇനിയിപ്പോ പോലീസ് അന്വേഷണം വല്ലതും ഉണ്ടാവുമോ? ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാകട്ടെ. അങ്ങനെയാണെങ്കിൽ നടന്ന കാര്യമൊക്കെ വിളിച്ചു പറയാലോ. ആദർശേട്ടന്റെ അമ്മ തലനാരിഴയ്ക്കല്ലേ രക്ഷപ്പെട്ടത്, അത് കേസായോ? അങ്ങനെയുള്ളപ്പം ഇത് കേസാക്കിയാല് അത് നമുക്ക് കുത്തിപ്പൊക്കാം, സത്യങ്ങളൊക്കെ വെളി വരട്ടെ. അതല്ലേ ചെയ്യേണ്ടത്, അതല്ലേ വേണ്ടതെന്ന് പറയാം. ഈ സമയത്താണ് നമ്മുടെ അനി അങ്ങോട്ടേക്ക് വരുന്നത്. അനീനെ കണ്ടതും വരുന്നുണ്ടവൻ നിന്റെ കാമുകൻ എന്ന് കൂട്ടുകാർ പറയുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അനിയെ കണ്ടതും
നന്ദുവിനെ കണ്ടതും ഹനി ഭയങ്കര ചിരിച്ചോണ്ടാട്ടോ വരുന്നത്. നല്ലൊരു ചിരിയൊക്കെ പാസ്സാക്കി വരുമോ. എനിക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഹനി വന്ന് പറഞ്ഞു, പൊളിച്ചു മച്ചാമാരെ, കൊടുകൈ കൊടുകൈ, എടാ കൈതാടാ നന്ദു, കൈതാ നന്ദു എന്നിങ്ങനെ പറയുവാണ്. അപ്പോഴത്തേക്കും അല്ല എന്താ ഇത്ര സന്തോഷം? എന്റെ അമ്മായിയമ്മയ്ക്ക് അമ്മായി അച്ഛനും നല്ല തല്ല് കിട്ടിയിട്ടുണ്ട്. അതാരാ തല്ലിയതെന്നും തല്ലിച്ചതെന്നൊക്കെ എനിക്ക് അറിയാം. അല്ല അതാരാ ചെയ്തത്? ഒരു പെണ്ണും രണ്ടാണും ചേർന്ന് അവരെ തല്ലി ഒതുക്കിയതെന്നാ പറഞ്ഞത്. ഇത് കേട്ട് നമ്മുടെ നന്ദു ഞെട്ടിപ്പോയിട്ടോ. അപ്പൊ നന്ദു ഞെട്ടിയിരിക്കുന്ന ആ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, കിടിലൻ വിശേഷങ്ങൾ തന്നെയാണ് വരാനിരിക്കുന്നത്. അപ്പം നമുക്ക് അടുത്ത വിശേഷവുമായിട്ട് കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ നമ്മുടെ അപ്കമിങ് വിശേഷമായ നയനയുടെയും ആദർശിന്റെയും കഥ നമ്മൾ ഇന്ന് ഇടുന്നതല്ലായിരിക്കും. നമ്മുടെ റിയൽ സ്റ്റോറിയിലാണ് അത് ഇന്ന് ഇടാറുള്ളത്. നമ്മൾ ഇന്ന് ആ ഒരു കഥ ഇടുന്നതല്ലായിരിക്കും. പിന്നെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥയും നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ഇടുന്നതല്ലായിരിക്കും. അത് നമ്മൾ ഇന്ന് വൈകിട്ടായിരിക്കും ഇടുന്നത്. രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ പ്രമോവിശേഷം. കാരണം വേറൊന്നുമല്ല, ഇന്ന് എൻ്റെ കുഞ്ഞിൻ്റെ ആനുവൽ ഡേ ആണ് കേട്ടോ. അപ്പം അവന് UKG പഠിക്കുന്നത്. പേരൻസ് ഒക്കെ ചെല്ലണം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വൈകിട്ടല്ലേ എത്തത്തുള്ളൂ വീട്ടിൽ. അതുകൊണ്ട് ഇപ്പോൾ ഉച്ചയ്ക്ക് ഇടാൻ സാധ്യമല്ല. അത് ഞാൻ എടുത്തെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം എല്ലാവരും കാത്തിരിക്കുക. അപ്പം പിന്നെ കുറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പനിയൊക്കെ കുറഞ്ഞോന്ന്. പനിയൊക്കെ കുറഞ്ഞു വരുന്നു. കുറച്ച് കൗണ്ട് കൂടുതലായിരുന്നു, നല്ല കൗണ്ട് കൂടുതലായിരുന്നു കേട്ടോ. അപ്പം കൗണ്ടൊക്കെ കൂടുതലായതുകൊണ്ട് ആൻറ്റിബയോട്ടിക് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം കുറച്ച് ക്ഷീണമൊക്കെ കുറവുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും സ്നേഹാന്വേഷണത്തിനൊക്കെ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പം പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.